നമസ്കാരം. ഇന്ത്യൻ ടെലികോം രംഗത്ത് ഒരു വൻ ശക്തിയായി മാറാനുള്ള തയ്യാറെടുപ്പിലാണ് സർക്കാർ ഉടമസ്ഥതയിലുള്ള ടെലികോം സ്ഥാപനമായ BSNL. 2024 BSNLനെ സംബന്ധിച്ചിടത്തോളം അപ്രതീക്ഷിത നേട്ടത്തിന്റെ വർഷമായിരുന്നു. 2024 BSNL 4G വ്യാപനം കാര്യമായി നടത്താൻ ശ്രമിച്ചെങ്കിലും ലക്ഷ്യമിട്ട 1 ലക്ഷം 4G സൈറ്റുകളിൽ 62,000 എണ്ണത്തിലാണ് ഇതുവരെ 4G ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിഞ്ഞത്. എന്നാൽ പ്രതീക്ഷിക്കാതെ BSNLന് കിട്ടിയ ലോട്ടറി ആയിരുന്നു സ്വകാര്യ ടെലികോം കമ്പനികളുടെ നിരക്ക് വർധന. നിരക്ക് വർധനയ്ക്ക് ശേഷം ഏതാണ്ട് 60 to 70 ലക്ഷത്തിനടുത്ത ആളുകൾ പുതുതായി BSNLിലേക്ക് എത്തിയിട്ടുണ്ട്. BSNL 2020നോട് വിട പറയുന്നത് 2025 തങ്ങളുടേതാക്കാൻ ആവശ്യമായ തയ്യാറെടുപ്പുകൾ എടുത്തുകൊണ്ട് തന്നെയാണ്. 2025 വരിക്കാരെ കൂടുതൽ ആകർഷകമാക്കാൻ നിരവധി പദ്ധതികൾ BSNL പ്ലാൻ ചെയ്തിട്ടുമുണ്ട്. എല്ലായിടത്തും 4G എത്തിക്കുക എന്നത് മാത്രമല്ല, അത് മറിച്ച് കൂടുതൽ മികച്ച സേവനങ്ങൾ ആളുകളിലേക്ക് എത്തിക്കുക എന്നത് കൂടിയാണ്. 2025 BSNL പുതിയ വരിക്കാരെ ആകർഷിക്കാനുള്ള പ്രധാന മാർഗങ്ങളിൽ ഒന്നായി കാണുന്നത് 5G സേവനങ്ങൾ അവതരിപ്പിക്കുക എന്നത് തന്നെയാണ്. അതിന് വ്യക്തമായ പ്ലാനുകൾ തയ്യാറാക്കിയാണ് കമ്പനി മുന്നോട്ട് പോകുന്നത്. അതിന്റെ ഭാഗമായി അടുത്തിടെ നിരവധി പ്രഖ്യാപനങ്ങൾ BSNL നടത്തുകയുണ്ടായി. അതിൽ പ്രധാനപ്പെട്ടവ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രീപെയ്ഡ് പ്ലാനുകളിൽ OTT സബ്സ്ക്രിപ്ഷൻ ആണ് ആദ്യത്തേത്. BSNL അടുത്തു തന്നെ തങ്ങളുടെ പ്രീപെയ്ഡ് പ്ലാനുകളിൽ OTT സബ്സ്ക്രിപ്ഷൻ വാഗ്ദാനം ചെയ്യുന്ന കാര്യം ഗൗരവമായി ആലോചിക്കുന്നുണ്ട്. ജിയോയും എയർടെലും വിഐയും തങ്ങളുടെ പ്രീപെയ്ഡ് പ്ലാനുകളിൽ നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പ്രൈം, ഹോട്ട്സ്റ്റാർ തുടങ്ങി ജനപ്രിയ OTT പ്ലാറ്റ്ഫോമുകളുടെ സബ്സ്ക്രിപ്ഷൻ നൽകുന്നുണ്ട്. BSNL പ്ലാനുകളിൽ മാത്രമാണ് അവ ഇല്ലാത്തത്. അതിനാൽ കാലോചിതമായ ഒരു മാറ്റം പ്ലാനുകളിൽ കൊണ്ടുവരാൻ BSNL ആലോചിക്കുന്നുണ്ട്. BSNL eSIM ആണ് അടുത്തത്. വരും കാലത്ത് കൂടി കണക്കിലെടുത്ത് ഇപ്പോഴേ BSNL പദ്ധതികൾ തയ്യാറാക്കുന്നു എന്നതിന്റെ തെളിവാണ് eSIM അവതരിപ്പിക്കാനുള്ള BSNLന്റെ നീക്കം. മറ്റു കമ്പനികൾ നിലവിൽ eSIM സൗകര്യം നൽകുന്നുണ്ട്. എന്നാൽ BSNLിൽ മാത്രം അതില്ല. ഈ പോരായ്മ പരിഹരിക്കുമെന്ന് BSNL അടുത്തിടെ അറിയിച്ചിരുന്നു. 2025 BSNL eSIM കാർഡുകളും കളത്തിലിറങ്ങും. BSNL വോയിസ് ഓവർ വൈഫൈ കോളിംഗ് സേവനമാണ് അടുത്തത്. വരിക്കാർക്ക് മികച്ച എക്സ്പീരിയൻസ് വാഗ്ദാനം ചെയ്ത് പ്രീതി പിടിച്ചു പറ്റാനുള്ള BSNLന്റെ ഭാഗമായിട്ടാണ് വോയിസ് ഓവർ വൈഫൈ കോളിംഗ് സേവനം ഉടൻ എത്താൻ പോകുന്നത്. നിലവിൽ റിലയൻസ് ജിയോയും ഭാരതി എയർടെലും മാത്രമാണ് തങ്ങളുടെ ഉപയോക്താക്കൾക്ക് രാജ്യവ്യാപകമായി വോയിസ് ഓവർ വൈഫൈ സേവനം ലഭ്യമാക്കിയിട്ടുള്ളത്. വിഐയും വോയിസ് ഓവർ വൈഫൈ സേവനം അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലും എല്ലാ സർക്കിളുകളിലും ഇത് ലഭ്യമല്ല. ശക്തമായ നെറ്റ്വർക്ക് കവറേജ് ഇല്ലാത്ത പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ സോണുകളിൽ മികച്ച കോളിംഗ് എക്സ്പീരിയൻസ് ലഭിക്കാൻ വോയിസ് ഓവർ വൈഫൈ സേവനം ഉപയോക്താക്കളെ സഹായിക്കും. BSNL 4G വ്യാപനം പൂർത്തിയാകുന്നതിനോടനുബന്ധമായിട്ടാണ് വോയിസ് ഓവർ വൈഫൈ കോളിംഗ് സൗകര്യം ലഭ്യമാവുക. ഈ സേവനം ലഭ്യമാകുന്നതിനായി ഉപയോക്താക്കൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതില്ല. ഫോണിൽ വോൾട്ട് സേവനങ്ങൾ ലഭ്യമാകുന്നില്ല എങ്കിൽ പ്രശ്നം പരിഹരിക്കാൻ BSNL അധികൃതരുമായി ഉപയോക്താക്കൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഇന്ത്യ മുഴുവൻ BSNL സിം ലഭ്യമാക്കുക എന്നതാണ് അടുത്ത നീക്കം. സിം കാർഡുകളുടെ പാൻ ഇന്ത്യ ഹോം ഡെലിവറി സേവനങ്ങൾ കൊണ്ടുവരാൻ BSNL പദ്ധതിയിടുന്നുണ്ട്. നിലവിൽ ഹോം ഡെലിവറി സേവനങ്ങളുടെ ടെസ്റ്റിംഗ് നടത്താൻ കമ്പനി ഏതാനും സർക്കിളുകളിൽ തിരഞ്ഞെടുത്ത കമ്പനികളുമായി പാർട്ട്ണർഷിപ്പിൽ ഏർപ്പെട്ടിട്ടുണ്ട്. സിം കാർഡ് അനായാസമായി ലഭ്യമാക്കുകയും ഫാൻസി നമ്പർ ലഭ്യമാക്കുകയും വഴി ആളുകളെ ആകർഷിക്കാൻ BSNL ശ്രമിക്കുന്നുണ്ട്. റീചാർജ് നിരക്കുകളാണ് അടുത്തത്. BSNLിലേക്ക് ആളുകളെ ആകർഷിക്കുന്നതിൽ കുറഞ്ഞ ചെലവിൽ ലഭ്യമാകുന്ന പ്രീപെയ്ഡ് പ്ലാനുകളിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ജൂലൈക്ക് ശേഷം ലക്ഷക്കണക്കിന് ആളുകൾ BSNLിലേക്ക് എത്തിയതിന്റെ ഒരു പ്രധാന കാരണവും കുറഞ്ഞ നിരക്കിലുള്ള റീചാർജ് പ്ലാനുകൾ തന്നെയാണ്. നിരക്ക് വർധനയ്ക്ക് ശേഷം തുടർച്ചയായ 4 മാസവും പുതിയ വരിക്കാരെ സ്വന്തമാക്കാൻ കഴിഞ്ഞ ഏക ടെലികോം കമ്പനിയാണ് BSNL. 4G സേവനങ്ങൾ അവതരിപ്പിച്ചാലും നിരക്കുകൾ കൂട്ടില്ല എന്ന് BSNL പ്രഖ്യാപിച്ചിട്ടുണ്ട്.